കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിനെതിരെ കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സിന് 7 വിക്കറ്റിന്റെ ജയം. അഖിൽ സ്കറിയും സൽമാൻ നിസാറും അർദ്ധ സെഞ്ചുറി നേടി. വിശദാംശങ്ങളുമായി നിഖിൽ കുമാർ ചേരുകയാണ്. നിഖിൽ, എത്രത്തോളം ആവേശകരമായിരുന്നു മത്സരം? കെ പി, തീർച്ചയായും അത്യന്തം ആവേശം നിറഞ്ഞു നിന്ന ഒരു മത്സരം തന്നെയായിരുന്നു അത്. അവസാന നിമിഷം അദാനി ട്രിവാൻഡ്രം റോയൽസ് ഉയർത്തിയ 174 റൺസ് എന്ന വിജയലക്ഷ്യം അനായാസം അവസാന ഓവറുകളിലേക്ക് എത്തിയപ്പോൾ അനായാസത്തിൽ കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സ് മറികടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിൽ ഏറ്റവും നിർണായകമായത് സൽമാൻ നിസാറിൻ്റെയും ഒപ്പം തന്നെ അഖിൽ സ്കറിയുടെയും അർദ്ധ സെഞ്ചുറി പ്രകടനങ്ങളാണ്. ഇതുതന്നെയാണ് അവസാനം ഒരു ഓവർ ബാക്കി നിൽക്കെ 7 വിക്കറ്റിൻ്റെ ഒരു തകർപ്പൻ ജയം സ്വന്തമാക്കാൻ എന്തായാലും കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സിന് സാധിച്ചത്. അഖിൽ സ്കറിയ 32 പന്തിൽ നിന്ന് 68 റൺസും സൽമാൻ നിസാർ 34 പന്തിൽ നിന്ന് 51 റൺസ് എടുത്തും പുറത്താകാതെ നിന്നു. ഈ ഒരു പാർട്ട്ണർഷിപ്പാണ് അക്ഷരാർത്ഥത്തിൽ ഒരു അനായാസ ജയം, ഒരു ഓവർ ബാക്കി നിൽക്കിയ ഒരു അനായാസ ജയം സ്വന്തമാക്കാൻ എന്തായാലും കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സിന് അവസരം ഒരുക്കിയത്. ഇനി അദാനി ട്രിവാൻഡ്രം റോയൽസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത ട്രിവാൻഡ്രം റോയൽസ് നായകൻ കൃഷ്ണപ്രസാദിൻ്റെ 78 റൺസ് 54 പന്തിൽ നിന്നും 78 റൺസ് എന്ന പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു പ്രകടനത്തിൻ്റെ മികവിലാണ് 173 റൺസ് എന്ന ആ ഒരു സ്കോർ, ഒരു പൊരുതാവുന്ന സ്കോർ എന്തായാലും സ്വന്തമാക്കിയത്. അബ്ദുൾ ബാസിത്ത് 24-ഉം ഒപ്പം സുബിൻ വിക്കറ്റ് കീപ്പറായിട്ടുള്ള സുബിൻ 23 റൺസുമാണ് സ്വന്തമാക്കിയത്. മറുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ 3 വിക്കറ്റ് എടുത്ത അഖിൽ സ്കറിയ, ഒപ്പം തന്നെ മനു കൃഷ്ണ ഒരു വിക്കറ്റും മോനു കൃഷ്ണ 2 വിക്കറ്റും കാലിക്കറ്റിന് വേണ്ടി സ്വന്തമാക്കുന്ന ഒരു കാഴ്ച. അതായത് അഖിൽ സ്കറിയ ഒരേ സമയം ബൗളിങ്ങിലും ബാറ്റിങ്ങിലും തിളങ്ങി ഒരു ഓൾറൗണ്ട് മികവ് കാഴ്ചവെച്ചു, പുറത്തെടുത്തു. അതുതന്നെയാണ് എന്തായാലും കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സിന് ഈ സീസണിലെ ആദ്യ ജയം സ്വന്തമാക്കാൻ അവസരമൊരുക്കിയിരിക്കുന്ന. ആദ്യ 2 മത്സരങ്ങളിൽ, ആദ്യ മത്സരത്തിൽ കൊല്ലത്തിനെതിരെയും പിന്നീട് 2ാം മത്സരത്തിൽ തൃശ്ശൂരിനെതിരെയും പരാജയപ്പെട്ട കാലിക്കറ്റ് എന്തായാലും ഇന്ന് ഒരു ആശ്വാസ ജയം തന്നെയാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. കെ പി. നിഖിൽ കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.